ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. വിദേശത്തിരുന്നു കൊണ്ട് എങ്ങനെ LPG ഗ്യാസ് മസ്റ്ററിംഗ് ചെയ്യാം എന്നാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായി മസ്റ്ററിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇനി പറയുന്ന കാര്യങ്ങൾ ഓക്കെ ആണെന്ന് ഉറപ്പുവരുത്തുക. കൺസ്യൂമർ നമ്പർ കയ്യിലുണ്ടായിരിക്കണം. LPG ID 17 ഡിജിറ്റ് വരുന്നതാണ് LPG ID. ചില സ്ഥലങ്ങളിൽ 16 ഡിജിറ്റ് ഉള്ളതും ഉണ്ട്. LPG ID അഥവാ കയ്യിലില്ലെങ്കിൽ തന്നെ കുഴപ്പമില്ല, അത് ഓൺലൈനിൽ നമുക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുന്നേ ഉള്ളൂ. അത് വഴിയേ പറയാം. രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ വേണം. ഗ്യാസ് കണക്ഷൻ ഗ്യാസ് ഏജൻസിയിൽ ഏത് നമ്പറാണോ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആ നമ്പർ ഒന്നുകിൽ കയ്യിലുണ്ടായിരിക്കണം, അല്ലെങ്കിൽ അത് OTP അതിൽ വരും. അത് ആക്സസ് ചെയ്യാനുള്ള ഒരു അറേഞ്ച്മെൻറ്റ്സ് ആദ്യമേ ചെയ്തിട്ടുണ്ടാവണം. പിന്നെ ഫുൾ നെയിം, ഗ്യാസ് ഏജൻസിയിൽ എങ്ങനെയാണോ രജിസ്റ്റർ ചെയ്തത് ആ നെയിം അതുപോലെ ആവശ്യമുണ്ട്. ഇമെയിൽ ID ചില ആപ്പുകളിൽ നിർബന്ധമാണ്, ചിലതിൽ നിർബന്ധമല്ല. ഇത്രയും കാര്യങ്ങൾ ഉണ്ടായാൽ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാം. വിവിധ LPG ഗ്യാസ് കമ്പനികൾക്ക് വേറെ വേറെ ആപ്ലിക്കേഷൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. മസ്റ്ററിങ്, EKYC, ReKYC ഇങ്ങനെയൊക്കെ അതിൻ്റെ പേര് അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ കമ്പനികൾക്ക് ഏതൊക്കെ ആപ്പുകൾ നമ്മൾ ഉപയോഗിക്കണം എന്നുള്ളതൊന്നും പറയാം. ഇന്ത്യൻ ഓയിലിൻ്റെ ഇന്ത്യൻ ഗ്യാസ് ആണെങ്കിൽ ഇന്ത്യൻ ഓയിൽ 1 എന്ന ആപ്പാണ് ഉപയോഗിക്കേണ്ടത്. HP ഗ്യാസ്, ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിൻ്റെ HP ഗ്യാസ് ആണെങ്കിൽ HP പേ എന്ന ആപ്പാണ് ഉപയോഗിക്കേണ്ടത്. അതുപോലെ ഭാരത് ഗ്യാസിൻ്റെത് ഹലോ BPCL എന്നുള്ള ആപ്പാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇത് ആപ്പ് സ്റ്റോറിൽ നിന്നോ പ്ലേ സ്റ്റോറിൽ നിന്നോ എവിടെ നിന്നാണെന്ന് വെച്ചാൽ ഡൗൺലോഡ് ചെയ്ത് വെക്കാവുന്നതാണ്. അതുപോലെ ഒരു ആപ്ലിക്കേഷൻ കൂടി നിർബന്ധമായിട്ടും ഡൗൺലോഡ് ചെയ്യണം. അത് ആധാർ ഫേസ് RD എന്ന ആപ്പാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ആധാർ ഫേസ് RD അത് നമ്മൾ ഫേസ് സ്കാനിങ്ങിന് വേണ്ടിയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ്. ഏത് കമ്പനിയുടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താലും ഈ ഒരു ആപ്പ് നിർബന്ധമായും ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. ഇത് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രം മതി, വേറെ നമുക്ക് ഇതിലൊന്നും ചെയ്യാനൊന്നുമില്ല. കുറച്ച് പുതിയ ഫോണുകളിലൊക്കെ നമ്മൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് മുന്നോട്ടേക്ക് പ്രൊസീഡ് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് പ്രോംപ്റ്റ് വരുന്നുണ്ട് ഈ ഫേസ് ആധാർ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ചിലതിൽ വരുന്നില്ല. അതുപോലെ ഫോണിലെ ലൊക്കേഷൻ സെറ്റിങ്സ് ഓൺ ആയിരിക്കണം. ഇന്ത്യൻ അതുപോലെ ഭാരത് ഗ്യാസ് ഇത് രണ്ടും നമുക്ക് ഇവിടുത്തെ കണക്ഷനിൽ കുഴപ്പമില്ല. വൈഫൈയിൽ യൂസ് ചെയ്താലും ഓപ്പൺ ആവുന്നു, വർക്ക് ആവുന്നുമുണ്ട്. നമുക്ക് കുഴപ്പമില്ലാതെ ചെയ്യാൻ പറ്റും. HP ഗ്യാസിൻ്റെ ആപ്ലിക്കേഷൻ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ആപ്പ് ഓപ്പണായി വരില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് ഞാൻ പറയാം. ഇതിനുള്ള ബെസ്റ്റ് വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ റോമിംഗ്. ഇപ്പം നാട്ടിൽ ആരെങ്കിലും സിം, ഈ രജിസ്റ്റേർഡ് ഫോൺ നമ്പർ തന്നെ വേണമെന്നില്ല, ആരുടെയെങ്കിലും നാട്ടിലെ സിം കയ്യിലുണ്ടെങ്കിൽ അതിൽ ഇൻ്റർനാഷണൽ റോമിംഗ് പാക്കേജ് ആക്ടിവേറ്റ് ചെയ്യുക. അത് ഒരു ദിവസത്തേക്ക് കിട്ടുന്നുണ്ട്. ഏകദേശം 590-600 രൂപക്ക് ഒരു ദിവസത്തേക്ക് കിട്ടുന്നുണ്ട്. 10 ദിവസത്തേക്ക് കിട്ടുന്നുണ്ട്. 10 ദിവസത്തേക്ക് ഏകദേശം 900 രൂപയാണ്. അതിൽ 100 SMS, 1 GB ഡാറ്റ, ഇങ്ങനെ ഉള്ള ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ മസ്റ്ററിങ് ചെയ്യുന്നതിന് മുന്നേ ഇൻ്റർനാഷണൽ റോമിംഗ് ആക്ടിവേറ്റ് ചെയ്ത ഡാറ്റ കണക്ഷൻ ഓൺ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻസ് ഒക്കെ ആക്സസ് ആവും. ഇപ്പോൾ ഇന്ത്യൻ ഗ്യാസിൻ്റെ LPG ID ആണ് കണ്ടുപിടിക്കേണ്ടതുണ്ടെങ്കിൽ ഗൂഗിളിൽ ഇന്ത്യൻ LPG ID ഫൈൻഡർ എന്ന് ടൈപ്പ് ചെയ്താൽ മതി. അപ്പോൾ തന്നെ ഇന്ത്യൻ ഓയിലിൻ്റെ വെബ്സൈറ്റിൽ ഫൈൻഡ് യുവർ LPG ID എന്ന് വരും. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു സ്ക്രീൻ വരും. അവിടെ ക്വിക്ക് സെർച്ച്, നോർമൽ സെർച്ച് രണ്ടെണ്ണം കാണാൻ പറ്റും. ക്വിക്ക് സെർച്ചിൽ ഒന്നുകിൽ മൊബൈൽ നമ്പർ കൊടുക്കുക. മൊബൈൽ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അതിനുശേഷം ക്യാപ്ച ചെക്ക് ബോക്സ് ടിക്ക് ചെയ്യുക. പ്രൊസീഡ് കൊടുത്താൽ മൊബൈലിലൊരു OTP വരും. അതിനുശേഷം നമ്മളെ സ്ക്രീനിൽ കാണാൻ പറ്റും ഇതാണ് നിങ്ങളുടെ LPG ID എന്ന് പറഞ്ഞിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടർ നെയിം കൊടുക്കുക, കൺസ്യൂമർ നമ്പർ കൊടുക്കുക, ക്യാപ്ച ടിക്ക് ചെയ്യുക, പ്രൊസീഡ് കൊടുത്താൽ അതിൽ OTPൻ്റെ ഒന്നും ആവശ്യമില്ല, ഡയറക്റ്റ് കാണിക്കും. കാരണം നമ്മളിവിടെ കൺസ്യൂമർ നമ്പർ കൊടുക്കുന്നത് കൊണ്ടാണ്. ഇങ്ങനെയാണ് കൺഫർമേഷൻ പേജിൽ നിന്നൊരു മെസ്സേജ് വരും. അവിടെ യുവർ LPG ID ഇത്ര. ഇത് 17 ഡിജിറ്റ് ഉണ്ട്. നമ്മളെ റെസിപ്റ്റിലൊക്കെ ഈ 3 ഒഴികെ ബാക്കി എല്ലാ നമ്പറും ഉണ്ടാവും. ഈ 3 മാത്രം കാണാൻ പറ്റില്ല. അതുകൊണ്ട് ഏറ്റവും ബെറ്റർ ഓൺലൈനായിട്ട് വന്ന് സെർച്ച് ചെയ്യുന്നതായിരിക്കും, എന്നാൽ കറക്റ്റായിട്ട് കിട്ടും. ഇന്ത്യൻ ഗ്യാസ് ReKYC ചെയ്യാൻ വേണ്ടി ഇന്ത്യൻ ഓയിൽ 1 എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓപ്പൺ ചെയ്യുക. ലെഫ്റ്റ് മുകളിലുള്ള 3 ലൈൻസ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ലോഗിൻ ഓർ സൈനപ്പ് എന്ന് കാണിക്കും. അതിൽ നമ്മൾ സൈനപ്പ് ആണ് പ്രസ് ചെയ്യേണ്ടത്. കാരണം നമുക്ക് ഓൾറെഡി ഉള്ള കണക്ഷൻ ഇതുമായി ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്. അപ്പോൾ അവിടെ മൊബൈൽ നമ്പർ, രജിസ്റ്റേർഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പർ അതിൽ കൊടുക്കുക, ഇമെയിൽ ID കൊടുക്കുക, ഫസ്റ്റ് നെയിം കൊടുക്കുക, ലാസ്റ്റ് നെയിം കൊടുക്കുക. ഇത് 4 ഡീറ്റെയിൽസും കമ്പൽസറി വേണം.
അതിനുശേഷം ഐ അഗ്രി വിത്ത് ലൈസൻസ് അഗ്രിമെൻ്റ് എന്നുള്ള ചെക്ക് ബോക്സ് ടിക്ക് ചെയ്യുക. അതിനുശേഷം രജിസ്റ്റർ പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ OTP, രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിൽ OTP വന്നിട്ടുണ്ടാവും. ആ OTP ഇവിടെ എൻ്റർ ചെയ്യുക. എൻ്റർ OTP എന്നുള്ള സ്ഥലത്ത് എൻ്റർ ചെയ്യുക. അതിനുശേഷം ന്യൂ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണം. മിനിമം 8 ക്യാരക്ടേഴ്സ് ഉണ്ടായിരിക്കണം. അതിൽ ഒരു ക്യാപിറ്റൽ ലെറ്റർ, സ്മോൾ ലെറ്റർ, ഒരു ഡിജിറ്റ്, ഒരു സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്. അപ്പോൾ യൂസർ ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി എന്നുള്ളൊരു ഓൺ സ്ക്രീൻ മെസ്സേജ് വരും. അതിനുശേഷം വീണ്ടും ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്ത് മുകളിൽ ഭാഗത്തുള്ള 3 ഡോട്ട്സിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മൈ പ്രൊഫൈൽ എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ലിങ്ക് നൗ എന്നുള്ളത് പ്രസ് ചെയ്യുക. അതിനുശേഷം LPG ID നമ്മൾ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം സബ്മിറ്റിൽ ക്ലിക്ക് ചെയ്യുക. സബ്മിറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൺസ്യൂമർ ഡീറ്റെയിൽസ് വെരിഫൈ ചെയ്യാനുള്ള ഒരു സ്ക്രീൻ ഇവിടെ വരും. അത് വെരിഫൈയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു OTP വരും. OTP എൻ്റർ ചെയ്ത ശേഷം ഡണ്ണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു മെസ്സേജ് വരും, കൺഫേംഡ് എന്നുള്ള ഒരു മെസ്സേജ് വരും. എന്നിട്ട് വീണ്ടും റീലോഗിൻ ചെയ്യുക. 3 ഡോട്ട് പ്രസ് ചെയ്യുക. എന്നിട്ട് മൈ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്യുക. താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുക. അവിടെ KYC എന്നുള്ള ഓപ്ഷൻ കാണാം. KYC ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആധാർ ഫേസ് റീഡ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാത്തതാണെങ്കിൽ അവിടെ ഒരു പ്രോംപ്റ്റ് വരും. അത് യെസ് കൊടുത്താൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇൻസ്റ്റാൾ ആയിക്കോളും. നമ്മൾ വേറൊന്നും ചെയ്യേണ്ടതില്ല. ഞാൻ പറഞ്ഞ കേസിൽ ആദ്യമേ ഇതൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുന്നത് കൊണ്ട് തന്നെ ആ പ്രോംപ്റ്റ് വരില്ല. ഫേസ് സ്കാൻ ക്ലിക്ക് ചെയ്യുക. ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത ശേഷം ഫേസ് സ്കാൻ ക്ലിക്ക് ചെയ്യുക. ആധാറിൻ്റെ ഫേസ് റീഡ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തവർക്ക് പ്രോംപ്റ്റ് വരില്ല. അല്ലാത്തവർക്ക് KYC പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മെസ്സേജ് അവിടെ വരും. നെക്സ്റ്റ് പെർമിഷൻ. ആധാർ ഫേസ് റീഡർ ആപ്പ് ഉപയോഗിക്കുമ്പോൾ ഉള്ള അതിനുള്ള പെർമിഷൻ അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. പെർമിഷൻ വെൽ യൂസിങ് ആപ്പ് ഫേസ് ഒതൻറ്റിക്കേഷൻ എന്നുള്ള ഒരു ഇത് വരും. അതിൽ ഐ ആം അവെയർ ഓഫ് എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന അവിടെയുള്ള ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പ്രൊസീഡിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്യാമറ ആപ്പ് ഓണാവും. ഫ്രണ്ട് ക്യാമറ ഓണായി വരുമ്പോൾ ഫ്രണ്ട് ക്യാമറയാണ് ഓപ്പൺ ആയിട്ടുണ്ടാവുക. അത് നമുക്ക് ബാക്ക് ക്യാമറയിലേക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും. താഴെ കാണുന്ന എയറോയിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക് ക്യാമറയിലേക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും. വേറെ ആരെ കൊണ്ടെങ്കിൽ ഒരു നല്ല ഫോട്ടോ എടുപ്പിക്കുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് നമ്മൾ കണ്ണൊന്ന് ബ്ലിങ്ക് ചെയ്ത് കൊടുക്കണം. കണ്ണ് ചിമ്മി തുറന്നാലേ അത് ഫോട്ടോ ക്യാപ്ചർ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഡിറ്റക്റ്റ് ആവില്ല. അതുപോലെ കണ്ണട സ്പെക്സ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ സ്പെക്സ് റിമൂവ് ചെയ്തതിന് ശേഷം വേണം ഈ ഫോട്ടോ എടുക്കുക. ചില സമയങ്ങളിലൊന്നും ഈ സ്പെക്സിലൂടെ കറക്റ്റായിട്ട് ഐ ബ്ലിങ്ക് ചെയ്യുന്നത് ഡിറ്റക്റ്റ് ആവില്ല. അപ്പോൾ അതിനുശേഷം കാണാം അവിടെ കസ്റ്റമർ ഡീറ്റെയിൽസ് അവിടെ കസ്റ്റമർ ഡീറ്റെയിൽസ് വരും. ഫോട്ടോ ക്യാപ്ചർ ആയി കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് അവിടെ ഒരു മെസ്സേജ് വരും. അതിനുശേഷം നമ്മൾ കസ്റ്റമർ ഡീറ്റെയിൽസ് അവിടെ വരും. അത് കംപ്ലീറ്റ് ഒന്ന് വെരിഫൈ ചെയ്യുക. കൺസ്യൂമർ ID-യും LPG ID-യും കാര്യങ്ങളൊക്കെ, അഡ്രസ്സ്, ഗ്യാസ് ഏജൻസി നെയിം, ഇതൊക്കെ കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം സബ്മിറ്റിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു കൺഫർമേഷൻ മെസ്സേജ് സ്ക്രീനിൽ കാണാൻ പറ്റും. അതേസമയം തന്നെ ഒരു SMS-ഉം നമ്മളെ ഫോണിലേക്ക് വരും. ഇത് പ്രോസസ്സ് കംപ്ലീറ്റ് ആയി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയെങ്കിൽ ഒന്നുകൂടി ലോഗിൻ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയാണ് മസ്റ്ററിങ്ങിനെ പറ്റി പറയാനുള്ളത്. ഇനി ഇതേ പ്രൊസീജിയർ തന്നെയാണ് HP ഗ്യാസിൻ്റെ ആയാലും ഭാരത് പെട്രോളിയത്തിൻ്റെ ആയാലും ഒക്കെ പ്രൊസീജിയറൊക്കെ സെയിമാണ്. കാരണം ഇതൊക്കെ ഗവൺമെൻറ് അണ്ടറിൽ വരുന്നതായതുകൊണ്ട് തന്നെ എല്ലാം ഒരേ രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഏത് കമ്പനിയുടെ ആപ്പ് എടുത്താലും ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് ഒക്കെ കറക്റ്റ് ആയിരിക്കും, ഒരുപോലെ ആയിരിക്കും. ഏകദേശം 100% ഇല്ലെങ്കിൽ ഒരു 90% വരെ എല്ലാം ഒരേ സിമിലർ ആപ്പുകളാണ്. 3 ചെറിയ വ്യത്യാസങ്ങളുണ്ട് എന്നേ ഉള്ളൂ. HP ഗ്യാസിലാണെങ്കിൽ KYC എന്നാണ് ഉണ്ടാവുക. ഭാരത് ഗ്യാസിൽ കയറിയാൽ ആദ്യം LPG സെക്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് പ്രൊസീഡ് ചെയ്യാൻ പറ്റും. ബാക്കിയെല്ലാം OTP വരുന്നതും രജിസ്ട്രേഷൻ ചെയ്യുന്നതും LPG ID കണ്ടുപിടിക്കുന്നതും ഒക്കെ സെയിമാണ്. അപ്പോൾ ഇത്രയേ ഇന്നത്തെ വീഡിയോ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക് യു.